ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിഗാസ്കഫേ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. ഏകദേശം 2 ടീസ്പൂണോളം നാരങ്ങാനീരാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ചിക്കൻ നന്നായിട്ട് മസാല കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ചിക്കന് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു 15 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെക്കാം കേട്ടോ. എന്നാലും ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റിൽ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടൊക്കെ ചെയ്യുക. അപ്പോൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് വഴന്ന് വന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റിൽ അത്യാവശ്യം സവാള വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം വഴന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് വേണ്ട മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മഞ്ഞൾപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ മസാലപ്പൊടികൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്താലുള്ളൂ ആ ഒരു ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മസാലപ്പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മസാലയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ചിക്കന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കനൊക്കെ കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. കാരണം നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ചിക്കൻ എന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കന് കുക്കായി കിട്ടേണ്ടത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ചിക്കൻ റോസ്റ്റിന്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കന് കുക്കാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇത് ആ ചിക്കനിലൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തിന് ഇത് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു പച്ചമുളക് ഈ ഒരു ചിക്കൻ റോസ്റ്റിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നെയ്യും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. നമ്മൾ ലാസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഞാൻ പാൽക്കപ്പൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് പാൽക്കപ്പൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഷിക്കാസ്കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്